ഹായ് കൂട്ടുകാരെ, നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ടല്ലേ. ഞാനിന്ന് എൻ്റെ മോൻ്റെ ഒരു വിഷയമായിട്ടാണ് വന്നേക്കുന്നത്. അത് നല്ലൊരു വിഷയമാണ് കേട്ടോ, കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാനത് അത് പറയണം എന്ന് കരുതി. പക്ഷെ അത് പറയാനുള്ളൊരു സമയം ഇല്ല, തീരെ ഇല്ല. അപ്പം സമയം ഇപ്പം പെട്ടെന്ന് പോയിൻ്റ് അതിപ്പോൾ അങ്ങ് ചെയ്തേരെ എന്നുള്ളത് മനസ്സിലിങ്ങനെ തോന്നി. ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് പറയുക. നമുക്കങ്ങനെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഒരു കാര്യത്തിനുമില്ല. നേരെ പോകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ ഇപ്പം നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമായല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അവന് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് റൈറ്റിങ് ടീച്ചർ അഭ്യസിപ്പിക്കുന്നുണ്ട്, ഞാനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് റൈറ്റിങ് എഴുതി വഴങ്ങി വന്നിട്ടില്ല. അതിൻ്റെ സമയമാവുന്നേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ മിസ്സും പിടിപ്പിച്ച് എഴുതിപ്പിക്കുമായിരിക്കും, ഞാനും പിടിച്ചെഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവന് അത് വഴങ്ങി വന്നിട്ടില്ല. അത് സാവധാനം പഠിച്ചോളും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഹോംവർക്ക് മിസ്സ് തരുന്നത് ഞാൻ അന്നന്ന് ചെയ്യിപ്പിച്ചങ്ങ് വയ്ക്കും. ഇവൻ സ്കൂളിൽ പോയില്ലെങ്കിലും കാരണം നമ്മളണക്ക് അല്ലെ, നമുക്ക് കുട്ടികൾക്ക് ഒരു ടൈം ടേബിളൊക്കെ വേണമല്ലോ അങ്ങനെയുള്ള കാര്യത്തിന്. അല്ലെങ്കിൽ മടി പിടിച്ചു പോകും. പിന്നെ ഒരു വട്ടം ചെയ്തില്ല എന്നുള്ളത് പിന്നെ ചെയ്യത്തേയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചങ്ങ് വയ്ക്കും. ആ ജോലി അവിടെ അങ്ങ് തീരുമല്ലോ. പക്ഷേ ഇവന് ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ ഇവർക്ക്. അപ്പോൾ ആ ടെക്സ്റ്റ് എന്നും റീഡ് ചെയ്ത് ഞാനും പണ്ട് കൊടുക്കുമായിരുന്നു, വായിച്ചൊക്കെ. എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റൊക്കെ വെറുതെ വാങ്ങിച്ചിട്ട് വായിച്ച് കൊടുക്കുമായിരുന്നു, കുറച്ച്. അപ്പം മിസ്സും ഇപ്പോൾ അതായിരിക്കും ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഇതും കൂടെ കൊണ്ടിട്ടാണോ എന്നറിയില്ല. കൊച്ച് ഡെയിലി സ്കൂളിൽ ഇപ്പോൾ പനി വന്നിട്ട് കൊച്ച് സ്കൂളിൽ പോയില്ലെങ്കിലും കൊച്ച് ഡെയിലി ഇവൻ എഴുതുന്നതിനെക്കാട്ടി എഴുതാൻ അവനായിട്ടില്ലല്ലോ. അപ്പം ഡെയിലി അവനിഷ്ടം ടെക്സ്റ്റ് വായിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇവൻ സ്കൂളിൽ പോയില്ലേലും ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറയും, അമ്മ എനിക്ക് ടെക്സ്റ്റ് വായിച്ച് തരണം എന്നുള്ളത്. നമുക്ക് മടി പിടിച്ചാലും ഇവൻ എന്നെ കൊണ്ട് വായിപ്പിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ടെക്സ്റ്റ് വായിച്ച് കേൾപ്പിക്കും. ഇവൻ കേട്ടിരിക്കും. അതൊരു നല്ല ശീലമായിട്ട് തോന്നിയുകൊണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞാണേ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.